ഹേ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇത് ഞാൻ ഒരു ദിവസം 10 hours പഠിച്ചിട്ട് അതിൽ ഒരു മോർ ദാൻ 9 ചാപ്റ്റേഴ്സ് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ദിവസത്തെ വ്ലോഗാണിത്. മെയിൻലി ബയോളജിയും കെമിസ്ട്രിയും ഫോക്കസ് ചെയ്തിട്ടാണ് ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നത്. ബയോളജിയിൽ ഞാൻ മെയിൻലി കറൻ്റ്ലി ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് മോർഫോളജിയാണ്. അപ്പം മോർഫോളജി എടുത്തിട്ടുണ്ട്. പിന്നെ ലിവിങ് വേൾഡ്, ആനിമൽ കിങ്ഡം, സ്ട്രക്ചറൽ ഓർഗനൈസേഷൻ ഇൻ ആനിമൽസ്, പിന്നെ ബ്രീത്തിങ് ആൻഡ് എക്സ്ചേഞ്ച് നോക്കിയിട്ടുണ്ട്. ഹ്യൂമൻ റീപ്രൊഡക്ഷൻ +2 സിലബസ് നോക്കിയിട്ടുണ്ട്. ഒന്നാമത് ആ ദിവസം എനിക്ക് തീരെ വയ്യായിരുന്നു. അപ്പോൾ ഞാൻ രാവിലെ ഒരു 9 o'clock ഇരുന്നത് പഠിക്കാൻ. ഉച്ചയ്ക്ക് ഒരു 1 മണിയാവാൻ നേരത്തേക്കും ഞാൻ ബയോളജി കംപ്ലീറ്റ് തീർത്തിട്ടുണ്ടായിരുന്നു. കെമിസ്ട്രിയിൽ ഞാൻ സ്ട്രക്ചർ ഓഫ് ആറ്റം, അതേപോലെ ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെൻറ്റ്സ്, റിഡോക്സ് റിയാക്ഷൻ, പിന്നെ അതേപോലെ കെമിക്കൽ തെർമോഡൈനാമിക്സ് ഇപ്പോൾ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണ് നോക്കിയിട്ടുള്ളത്. പിന്നെ ഫിസിക്സിൽ നിന്ന് ഞാൻ ഇപ്പം പോയിക്കൊണ്ടിരിക്കുന്ന ചാപ്റ്റർ ലോസ് ഓഫ് മോഷനാണ്. അപ്പോൾ പിന്നെ അതങ്ങനെ നോക്കുകയാണ് ചെയ്തിട്ടുള്ള, വേറെ പ്രത്യേകിച്ചൊന്നും ചെയ്തിട്ടില്ല. അതങ്ങനെ കറക്റ്റ് ക്ലാസ്സിൻ്റെ കൂടെ കൊണ്ടുപോവാണ്. കാരണം ഇപ്പം ഒന്നാമത് മൂന്നാമത്തെ ചാപ്റ്റർ ആണ് കറൻ്റ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. മറ്റേ കെമിസ്ട്രിയിലാണെങ്കിലും മോർ ദാൻ 4 ചാപ്റ്റേഴ്സ് ആയിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഞാൻ അതിന് കുറച്ച് ഫോക്കസ് കൊടുക്കുന്നുണ്ട്. ബ്രീത്തിങ്ങിന് ഞാൻ അത്യാവശ്യം ക്വസ്റ്റ്യനൊക്കെ ചെയ്തിട്ടുണ്ട്. സൈലത്തിൻ്റെ മെറ്റീരിയലായിട്ടും ബ്രെയിനിൻ്റെ മെറ്റീരിയലായിട്ടും അങ്ങനെ ചെയ്തിട്ടുള്ളത്. ഞാനിങ്ങനെ പോർഷൻ എടുത്തിട്ടുള്ളത്. ഒന്നാകെ വായിക്കുമ്പോൾ എന്തൊരു മടുപ്പ് വരുന്ന എഴുതിയിട്ട് ഞാനിങ്ങനെ ഓരോ ഭാഗമായിട്ട് പോർഷനാക്കിയിട്ടാണ് ഇപ്പോൾ പഠിക്കുന്നത്. അതാകുമ്പോൾ കുറച്ചുകൂടെ അത്രയും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുമല്ലോ. അങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നതുകൊണ്ട് തന്നെ എനിക്ക് അത്യാവശ്യം കുഴപ്പമില്ലാതെ ക്വസ്റ്റ്യൻസൊക്കെ വല്ലാണ്ട് തെറ്റില്ലാതെ കിട്ടിയിട്ടുണ്ട്. ഞാൻ ബ്രീത്തിങ്ങിന് ആ ഒരു ഭാഗം, ഞാൻ മെക്കാനിസം ഓഫ് ബ്രീത്തിങ് വരെയാണ് ഒന്നാമത് ചെറിയ ചാപ്റ്ററാണ്. അപ്പോൾ പിന്നെ ഞാൻ ചെറിയ പോർഷനാക്കിയിട്ടാണ് മാറ്റിയിട്ടുള്ളത്. അപ്പോൾ അതിന്ന് അത്യാവശ്യം ക്വസ്റ്റ്യൻ ചെയ്യുക പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ കണ്ടൻറ്റ് മുഴുവനായിട്ട് കിട്ടുമല്ലോ. ഇപ്പോൾ എനിക്ക് അത്യാവശ്യം പ്രോഗ്രസ് ഒക്കെ കൊണ്ടുവരുന്നുണ്ട്. ദിവസവും ഒരു മോർ ദാൻ 7 hours ഇരുന്ന് പഠിക്കാൻ വേണ്ടിയിട്ട് നോക്കാനുണ്ട്. പിന്നെ ചില ചാപ്റ്റേഴ്സൊക്കെ ബയോളജിയിൽ നിന്ന് നോക്കുമ്പോൾ നമുക്ക് റിവിഷൻ്റെ ആവശ്യമുള്ളൂ. മറ്റേത് നമ്മൾ ഓൾറെഡി പഠിച്ചതാണല്ലോ കഴിഞ്ഞ കൊല്ലം. അത് എൻ്റെ കാര്യത്തിൽ എനിക്കത് ഭയങ്കരമായിട്ട് ഓർമ്മയൊക്കെ നിൽക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ ഞാൻ റിവിഷൻ ചെയ്യേണ്ട കാര്യമുള്ളൂ. പിന്നെ ക്ലാസ് കാണുന്നുണ്ട്, അപ്പോൾ അത് വേറെ റിവിഷനായല്ലോ. അതുകൊണ്ട് ഞാൻ തുടക്കത്തിൽ തന്നെ കുറച്ചധികം ചാപ്റ്റേഴ്സ് ഇട്ട് പഠിക്കുന്നത് അതുകൊണ്ടാണ്. പിന്നെ മോർഫോളജി ഞാൻ തീരെ ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടില്ല. ഞാനിപ്പോൾ കറൻ്റ്ലി പൊയ്ക്കൊണ്ടിരിക്കുകയാണല്ലോ. ഇനിയിപ്പോൾ ആ ഒരു ടൈം ആകുമ്പോൾ അപ്പോൾ മാത്രം നോക്കി പഠിക്കാമെന്നാണ് കരുതുന്നത്. ഇങ്ങനെ ക്വസ്റ്റ്യൻസ് ആ നേരം ആകുമ്പോഴേക്കും ചെയ്ത് തീർക്കാമെന്നാണ് കരുതുന്നത്. ഇപ്പോൾ ഇങ്ങനെ ചെറിയ ചെറിയ പോർഷനാക്കിയിട്ടാണ് അവിടെ ക്ലാസ് എടുക്കുന്നത്. മോർഫോളജിയിൽ റൂട്ടിൻ്റെ ഭാഗം മാത്രമാണ് ഫസ്റ്റ് സെഷൻ വരുന്നത്. പക്ഷേ അതിങ്ങനെ അത്രയും ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഇത് പറഞ്ഞിട്ട് കാര്യം ഉണ്ടോയെന്ന് വരെ ചിന്തിക്കും. ഞാനങ്ങനെ ചിന്തിക്കും. കാരണം ഞാനിങ്ങനെ ടെക്സ്റ്റ് വായിച്ച് ഇങ്ങനെ എത്രയും ചെറുതാക്കാൻ പറ്റുമോ അത്രയും ചെറുതാക്കി പഠിക്കണമെന്ന് കരുതുന്ന ആളാണ്. അപ്പം ഇത്രയും വലിയ കണ്ടൻ്റ് ആക്കി തരുമ്പം കുറച്ച് ബുദ്ധിമുട്ടുണ്ട് പെട്ടെന്നാക്കാൻ. പക്ഷേ നമ്മൾ ഇങ്ങനെ കൺസെപ്റ്റ് അറിയാണ്ട് പഠിച്ചിട്ട് കാര്യമില്ല. ഇങ്ങനെ ഫൈബ്രസ് റൂട്ട് സിസ്റ്റം, അതേപോലെ അഡ്വൻറ്റീഷ്യസ് റൂട്ട് സിസ്റ്റം, അതൊക്കെ എങ്ങനെയാണ്, എന്താണ് സംഭവം, അതിങ്ങനെ കറക്റ്റ് ആ ഒരു കാര്യം ഇങ്ങനെ വിവരിച്ച് പറയുന്നത് നമുക്ക് അത്രയും എളുപ്പമായിരിക്കും. പിന്നെ ഞാൻ ഒരു സ്റ്റഡി ചലഞ്ചൊക്കെ വെക്കുന്നുണ്ട് എനിക്ക് സ്വന്തമായിട്ട് തന്നെ, ഇങ്ങനെ എന്നെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്ത് ആ ഒരു ട്രാക്ക് കൊണ്ടുവരാൻ. കഴിഞ്ഞുള്ള ഞാൻ കുറേ ചലഞ്ചസൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് ഞാൻ അധികവും പോർഷൻസൊക്കെ കംപ്ലീറ്റ് ആക്കിയിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഇപ്രാവശ്യം അങ്ങനെ തന്നെ ചെയ്യാമെന്നാണ് കരുതിയത്. ഞാൻ ബ്രില്യൻറ്റിൻ്റെ മെറ്റീരിയൽ ക്വസ്റ്റ്യൻസും ബ്രില്യൻ്റെ ക്ലാസ്സും അതേപോലെ സൈലത്തിൻ്റെ മെറ്റീരിയൽസും റിവിഷനും കൊടുത്തിട്ടാണ് 2 തവണ റിവിഷനും. അതാണ് 7 days ചലഞ്ചിൽ കൊടുത്തിട്ടുള്ളത്. ടോട്ടൽ 10 ചാപ്റ്റർ കൊടുത്തിട്ടുണ്ട്. ലിവിങ് വേൾഡ്, ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ, ആനിമൽ കിങ്ഡം, പ്ലാന്റ് കിങ്ഡം, മോർഫോളജി, ബ്രീത്തിങ്, പ്ലാന്റ് ഗ്രോത്ത്, ഹ്യൂമൻ റീപ്രൊഡക്ഷൻ, റീപ്രൊഡക്റ്റീവ് ഹെൽത്ത്, എക്കോസിസ്റ്റം, ഇങ്ങനെ 10 ചാപ്റ്ററാണ് കൊടുത്തിട്ടുള്ളത്. നമ്മളൊരു ചലഞ്ച് വെക്കുമ്പം അതിൽ നമുക്ക് അറിയുന്ന കുറച്ച് ചാപ്റ്ററും അറിയാത്ത കുറച്ച് ചാപ്റ്ററും കൂടി വെച്ച് കഴിഞ്ഞാൽ നമുക്കത് അത്രയും എഫക്റ്റീവ് ആയിരിക്കും. കാരണം നമുക്കത് അറിയുന്ന കുറച്ചുണ്ടെന്ന് ആയിരിക്കും, പിന്നെ കുറച്ചല്ലേ അറിയാത്തതുള്ളൂ. അപ്പോൾ പെട്ടെന്ന് തീരുന്നുള്ളൊരു സമാധാനം ഉണ്ടാവും. ഇപ്പോൾ ക്ലാസ് അങ്ങനെ കറൻ്റ്ലി പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ കൂടെ ഞാൻ എൻ്റേതായിട്ടുള്ളൊരു പ്ലാൻ എപ്പോഴും കൊണ്ടുപോകുന്നുണ്ട്. ചില നേരത്തൊന്നും പറ്റില്ല, കാരണം എനിക്ക് കുറച്ച് പെൻഡിങ് വരുന്നുണ്ട്. ഞാനിങ്ങനെ ബേസിക്സ് ബ്രില്യൻറ്റിൻ്റെ ക്ലാസ്സിൽ ചേർന്നിട്ട് നോക്കിയിട്ടേ ഇല്ല. അപ്പോൾ ബേസിക്സ് എനിക്ക് നോക്കണമെന്നുണ്ട്. ഞാൻ ഓൾറെഡി അതിന് മുന്നേ ബേസിക്സ് വേറെ ചാനൽസ് നോക്കിയിട്ട് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ പിന്നെ പെട്ടെന്ന് ഇങ്ങനെ ഒരു ഹറിബറിയായിട്ട് ചെയ്യണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ്. പിന്നെ എന്തോ ഇപ്പോൾ ഇങ്ങനെ ട്രാക്കിലൊക്കെ കയറി വരുന്നുണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ പ്രോഗ്രസ്സൊക്കെ വരുത്തുന്നുണ്ട് ഞാൻ. റിഡോക്സ് റിയാക്ഷൻസിൽ എനിക്ക് കുറച്ച് ഡൗട്ടുള്ള ഭാഗം മാത്രമേ ഞാൻ വേറെ ഇരുന്ന് കണ്ടിട്ട് എഴുതിയ നോട്ടാണത്.
ബാക്കിയുള്ള കണ്ടൻസൊക്കെ ഓക്കെ ആണെങ്കിലും ചില ഭാഗങ്ങൾ എനിക്ക് ഓക്കെ അല്ല. അപ്പോൾ ആ ഭാഗത്തെ ക്ലാസ് മാത്രം വേറെ എടുത്ത് കണ്ടിട്ട് നോട്ട് എഴുതുക ചെയ്തത്. പിന്നെ ഞാൻ മോർഫോളജിക്ക് നോട്ട് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ലെക്ചർ നോട്ട് എഴുതാൻ സാറ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ നോട്ട് എടുത്തിട്ട് അതിൽ അത്യാവശ്യം ഹൈലൈറ്റ് ചെയ്ത് വെക്കുകയാണ് ചെയ്തത്. മോർഫോളജിയിലൊക്കെ നമ്മൾ മെയിനായി നോക്കേണ്ട സംഭവം എന്ന് പറയുന്നത് ആ എക്സാമ്പിൾസ് ഒക്കെയാണ്. പിന്നെ ബ്രില്യൻറ്റിൻ്റെ ലെക്ചർ നോട്ട് പറഞ്ഞിട്ടൊരു മെറ്റീരിയൽ ഉണ്ട്. അപ്പോൾ അതും നോക്കി. അന്ന് ഞാനൊരു 9 മണി തൊട്ടിട്ട് വൈകുന്നേരം 6 മണി വരെയാണ് പഠിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ക്വസ്റ്റ്യൻ ചെയ്യലൊക്കെ രാത്രിയായിരുന്നു. അപ്പോൾ അതുവരെയുള്ള ഓരോ ക്ലിപ്സ് മാത്രം എടുത്തിട്ടാണ് ഞാൻ വീഡിയോ എടുത്തിട്ടുള്ളത്. നമ്മൾ ടൈമുണ്ട് എന്ന് കരുതിയിട്ട് ഇതിങ്ങനെ നീട്ടി കൊണ്ടുപോവുകയാണെങ്കിൽ അവസാനം പിന്നെ ഒന്നിനും പറ്റാതാവും. അപ്പോൾ പിന്നെ ഞാൻ ഇപ്പം തന്നെ ഒക്കെ അങ്ങനെ കൊണ്ടുപോവുകയാണ് ചെയ്തിട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.